ായ നേതൃത്വത്തിൽ അവരുടെ ഇനിഷ്യേറ്റീവിലാണ് ഇത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് കോളേജ് സ്കൂള് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉള്ള മത്സരങ്ങളാണ്. ആ മത്സരങ്ങളിൽ കവിതാലാപനം വരും, ഗാനരചന വരും, ചിത്രരചന വരും, നൃത്താവിഷ്കാരം വരും, ക്വിസ് വരും. ഇതെല്ലാം സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർവകലാശാലയുടെയും നേതൃത്വത്തിലാണ് അത് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്നെ മലയാള സർവകലാശാല വളരെയധികം മുൻകൈ എടുത്ത് നടത്താമെന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല പൊതുജനങ്ങൾക്കായിട്ടും വിവിധതരം മത്സരങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അത് യുവജനക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ വിവിധതരം മത്സരങ്ങൾ സാഹിത്യവും ഗാനങ്ങളും ആയി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ഈ വർഷം ബിനാലെ വർഷവും കൂടെയാണ്. ഇപ്പം ബിനാലെയിൽ വയലാറിനെ സ്മരിക്കുന്ന ഒരു കോർണർ അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ്, ഓഡിയോ വിഷ്വൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്താമെന്ന് ബിനാലെ ട്രസ്റ്റ് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ അക്കാഡമി, സാഹിത്യ അക്കാഡമികൾ, കേന്ദ്ര സാഹിത്യ അക്കാഡമി, കേരള സാഹിത്യ അക്കാഡമി അവരുടേതായിട്ടുള്ള പരിപാടികളായി സെമിനാറുകൾ, സാഹിത്യ സമ്മേളനങ്ങൾ, സാഹിത്യ സംവാദം എന്നിവയെല്ലാം നടത്തുന്നതിന് വേണ്ടി ട്രസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രസ് ക്ലബ്ബുകൾ അതുപോലെ മീഡിയ അക്കാഡമിയുമായിട്ട് സഹകരിച്ച് ഇതിൻ്റെ ഡോക്യുമെൻ്ററിയും വിഷ്വൽ ഡോക്യുമെൻറ്റേഷനും എല്ലാം ചെയ്ത് ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുക എന്നതാണ്. രണ്ടൊന്ന് ഡിജിറ്റൽ ലൈബ്രറി. കഴിഞ്ഞ 49 വർഷത്തെയും അതുപോലെ തന്നെ 50 വർഷം പൂർത്തീകരിക്കുന്ന വേളയിലും വയലാർ ട്രസ്റ്റ് വയലാറിൻ്റെ സാഹിത്യവും ഗാനങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറി രൂപീകരിക്കുന്നുണ്ട്. അതും സർവകലാശാല വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് ഡിജിറ്റൽ ലൈബ്രറി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വയലാർ അവാർഡിൻ്റെയും വയലാറിൻ്റെയും എല്ലാം ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സുവനിയർ, അങ്ങനെ ഒരു ചരിത്ര സുവനിയർ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയുണ്ട്. ആലോചനയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ഓൾറെഡി ശരിക്കും ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ വയലോപ്പള്ളിയും ഭാരത് ഭവനും എല്ലാം ചേർന്നുകൊണ്ടൊരു കൾച്ചറൽ എസ്റ്റേറ്റ് പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഈ പ്രോഗ്രാമുകളെല്ലാം ജസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ മാസം 13-ാം തീയതി ട്രസ്റ്റിൻ്റെ സഹയാത്രികരായിട്ടുള്ള ഈ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആളുകളുമായി ഒരു ആലോചന